ചേച്ചി ചേച്ചി അച്ഛനിപ്പിത് എന്താ പറ്റിയേ? അച്ഛൻ താഴെ വീണു മോളെ, മുതുകൊന്ന് ഉളുക്കി. അതാ ഞാനിത് തേച്ചു കൊടുക്കുന്നേ. ചേച്ചി തേച്ച് അച്ഛനും വല്ലാണ്ട് വേദനിക്കും. വേദനിക്കാണ്ട് ഞാൻ തേച്ചു കൊടുത്തോളാം. വേണ്ട മോളെ, നിനക്ക് ഇതൊന്നും തേക്കാൻ അറിയില്ല. എനിക്കതൊക്കെ അറിയാം. മുത്തശ്ശിക്ക് ഞാൻ എത്ര തവണയാ തേച്ചു കൊടുത്തേക്കുന്നേ. ഇങ്ങോട്ടാ ദേവസേന, മോളെ മോളെ പറയുന്ന കേക്ക്. അയ്യോ, ഞാൻ വേദനിപ്പിക്കാണ്ട് ചെയ്യാട്ടോ. ഇവൾക്കൊരു അനുസരണവും ഇല്ലല്ലോ. ഏതായാലും അവരുടെ അടുത്ത് പോയി കാര്യം പറയാം. മാധവി, എന്തായി ഗംഗേ, ഞങ്ങൾ തന്ന എണ്ണ അരുണിന്റെ മുതുകത്ത് തേച്ചു കൊടുത്തു നീ? എനിക്കിത് ചെയ്യാൻ പറ്റില്ല. ദേവസേന തടവി കൊടുക്കുന്നുണ്ട്. ദേവസേനയോ? അതാര് ചെയ്താലെന്താ? മൂലികെണ്ണ തേച്ചു കൊടുത്തില്ലേ, ഇനി ആ ചക്രം താനെ മാഞ്ഞോളൂ. അരുണിന്റെ മുതുകത്ത് വരച്ചിരിക്കുന്നത് ആഞ്ജനേയ ചക്രമാണ്. ഭാര്യയുടെ സ്പർശനമേറ്റെങ്കിൽ മാത്രമേ ആ ചക്രം ഇല്ലാതെയാകൂ. കുഞ്ഞുങ്ങളായ എണ്ണ തേച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ആ എണ്ണ നിഷ്പ്രഭമാക്കിയല്ലോ ഗംഗേ നീ. ഉത്തരവാദിത്തത്തോടെ കാര്യം ചെയ്യുന്ന കരുതിയെ ഇനി എങ്ങനെയാ ചക്രം ഇല്ലാതാക്കാനാ? ഇപ്പൊ ദേവസേനയോട് മത്സരിച്ച് ഞാൻ അത് ചെയ്യാൻ പോയാ ആകെ പ്രശ്നാവൂല്ലേ മാധവി? വേറെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ, ഞാൻ ചെയ്യാം. നീ വാ, അതിനൊരു വഴിയുണ്ട്. നിന്നോടിത് പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ നമ്മുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഇപ്പൊ ഈ ഒരു വഴിയേ ഉള്ളൂ. നിങ്ങൾ മടിക്കാതെ കാര്യം പറയാനോട്. ഇന്ന് രാത്രി തന്നെ നീ അരുണുമായി ഒന്നു ചേരണം. ബ്രഹ്മചര്യ വ്രതത്തിൽ കഴിയുന്ന ആഞ്ജനേയന്റെ ചക്രം ഇല്ലാതെയാക്കാൻ ദാമ്പത്യത്തിന് മാത്രമേ സാധിക്കൂ. അവസരം കിട്ടുമ്പോൾ അരുണുമായി ഒന്നു ചേരാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഒരു വഴി എന്റെ മനസ്സിൽ തെളിയുന്നുള്ളൂ. നിനക്കത് പറ്റിയില്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മാർഗത്തിലൂടെ ആ ഔഷധ എണ്ണ തേച്ച് ചക്രത്തിനെ ഇല്ലാതാക്കണം ഗംഗേ. നീ രണ്ടിലൊന്നും സംഭവിച്ചിരിക്കണം. ശരി, ശ്രമിക്കാം. എടാ മുരളി, അച്ഛനെ വീട്ടിൽ നിന്ന് പോയിട്ട് ഇതിപ്പോ എത്ര ദിവസമായടാ? എന്തെങ്കിലും വിവരം കിട്ടിയ മോനെ നിനക്ക്? പാർട്ടി മീറ്റിങ്ങിനോ മറ്റോ പോകുന്നു പറഞ്ഞാ പോയതമ്മേ. പാർട്ടി മീറ്റിങ്ങിന് പോയാ ഇത്ര നാളൊന്നും മാറിയേക്കേണ്ട കാര്യമില്ല മോനെ. നോണ പറയല്ലേ, നീ ഈടെയായിട്ട് എന്തൊക്കെ എന്നിൽ നിന്ന് മറക്കുന്നുണ്ട്. അച്ഛൻ എവിടെയാണെന്നുള്ള കാര്യം എനിക്കിപ്പോ തന്നെ അറിയണം മുരളി. ഉള്ള സത്യം പറഞ്ഞോ. പറയടാ, എങ്ങോട്ട് പോയത് എന്റെ ഏട്ടൻ? ഒന്ന് പറയും മോനെ നീ. അത് പിന്നെ അച്ഛൻ 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 എന്താ പറ്റിയെന്ന് പറയടാ. അച്ഛനിപ്പോ ജയിലിലാണമ്മേ. ജയിലിലാണെന്നോ? എന്താണ് നീ പറയുന്നേ? ഇത് അമ്മയോട് പറഞ്ഞ അമ്മ ഒരുപാട് വിഷമിക്കുന്നു കരുതിയിട്ടാ ഞാൻ ഇതൊന്നും അമ്മയോട് പറയണ്ടെന്നുള്ള തീരുമാനത്തിലെത്തിയത്. അമ്മ എന്നോട് ക്ഷമിക്കണം. ജയിലിൽ പോകാൻ മാത്രം എന്റെ ധർമ്മേട്ടൻ എന്ത് തെറ്റാണ് ചെയ്ത്? അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടല്ല അമ്മേ. ഒരു പ്രശ്നത്തിനെതിരെ സമരം ചെയ്യാൻ പോയതാ. അതിനിടയ്ക്കാ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്തേ. ഇത് നീ മുന്നേ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ധർമ്മേട്ടൻ എങ്ങനെയെങ്കിലും പുറത്തിറക്കായിരുന്നില്ലേ? വെളിയിൽ വരരുതെന്നുള്ളത് കൊണ്ട് എന്തൊക്കെയോ ഇല്ലാത്ത കേസുകൾ ചാർജ് ചെയ്തിരിക്കുക. അത്ര വലിയ എന്ത് കേസാ ചാർജ് ചെയ്തിരിക്കുന്നത്? അരുണോട് പറഞ്ഞാൽ അവൻ എങ്ങനെയെങ്കിലും ധർമ്മേട്ടനെ വെളിയിൽ കൊണ്ടുവരും. അരുണോട് പോയി പറയാം. അത് ശരിയാവില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ലമ്മേ. അത് അച്ഛനിപ്പോ ജയിലിലാണെന്നുള്ള കാര്യം വെളിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അതോടെ അച്ഛന്റെ അഭിമാനം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് വലിയ വിഷമത്തിലാ. അതുകൊണ്ട് തന്നെ ആരെ ഇതൊന്നും അറിയിക്കണമെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്ന അമ്മേ.
എന്ന് കരുതി അച്ഛൻ എങ്ങനെ ജയിലിൽ തന്നെ കഴിയാൻ വിടേണ്ട കാര്യമുണ്ടോ? അച്ഛനെ വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടി പാർട്ടി ശ്രമിക്കുന്നുണ്ടമ്മേ. ഉടനെ തന്നെ ബെയിൽ കിട്ടുന്ന അഡ്വക്കേറ്റ് പറഞ്ഞേ. അച്ഛൻ പെട്ടെന്ന് തിരിച്ചു വരും. അതുവരെ അമ്മ ഒന്ന് സമാധാനമായിട്ടിരിക്കും. നീ എത്ര നിസ്സാരായിട്ട് പറഞ്ഞു മോനെ. ധർമ്മേട്ടന്റെ ഒച്ച എനക്കൊന്നും കേൾക്കാതെ ഇങ്ങനെ എത്ര നാളെന്ന് കരുതി അമ്മ എങ്ങനെ ജീവിക്കുക? ഞാൻ എന്ത് മഹാഭാവാണോ ചെയ്ത്? എന്തിനാടാ ഈശ്വരൻ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അമ്മേ, അച്ഛൻ ഇപ്പോ ജയിലിലാണെന്ന് പറഞ്ഞു കേട്ടപ്പോഴേ അമ്മ ഇത്രമാത്രം വിഷമിക്കുക. ഒരിക്കലും അച്ഛൻ ഇനി തിരിച്ചു വരാൻ പോകുന്നില്ലെന്ന് ഞാൻ എങ്ങനെ ഇപ്പൊ അമ്മയോട് പറയാ? എടീ ജാനകി, ഇതിനെല്ലാം കാരണക്കാരിയായ നിന്നോട് പ്രതികാരം ചെയ്ത് കരയിച്ചിരിക്കുന്നില്ല ഞാൻ. ഇതോടെ ഞാൻ എല്ലാം അവസാനിപ്പിക്കുമെന്ന് നീ കരുതണ്ട. മകൻ നഷ്ടപ്പെടുമ്പോഴുണ്ടാവുന്ന വേദന എന്താണെന്ന് കൂടെ നിന്റെ അമ്മ ഉടനെ അറിയും. ആഞ്ജനേയ ചക്രത്തിന്റെ ശക്തി നശിച്ചു പോവാതിരിക്കാൻ ബുദ്ധിപൂർവം താഴെ തനിച്ചു കിടക്കാണല്ലേ? പക്ഷെ നന്ദിനെ ഇല്ലാതാക്കാൻ തയ്യാറാക്കിയ ആയുധം കൈവിട്ടു പോകാതെ സൂക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. കണ്ണഴുകി അരുണേട്ടനെ ഉപയോഗിച്ച് ആ ആയുധം കൈക്കലാക്കാൻ ശ്രമിക്കുന്നത് തടയാൻ എനിക്കിതല്ലാതെ മറ്റു മാർഗമില്ല. ആഞ്ജനേയ ഭഗവാനെ, എന്നോട് ക്ഷമിക്കണം. അരുണേട്ടാ, എന്തിനാ തറയിൽ കിടക്കുന്നേ? പുറം നല്ല വേദനയുണ്ട്. തറയിൽ കിടക്കുന്നത് നല്ലതാണല്ലോ ഗംഗെ, അതാ ഞാൻ. നീ ബെഡിൽ തന്നെ കിടന്നോ? അരുണേട്ടൻ ഇങ്ങനെ തറയിൽ കിടക്കുമ്പോ എനിക്ക് മാത്രം ഇങ്ങനെ ബെഡിൽ കിടക്കാൻ പറ്റുമോ? ഞാനും ഇപ്പൊ അരുണേട്ടനോട് ഇവിടെ തന്നെ കിടക്കാൻ പോവാ. ആ വേലായുധം കൈക്കലാക്കുന്നത് വരെ നീ ഗംഗയിൽ നിന്ന് അല്പം അകലം പാലിക്കുന്നത് നല്ലതായിരിക്കും. വേണ്ട ഗംഗെ, നീ ഇവിടെ ബെഡിൽ തന്നെ കിടന്നോ? ഇല്ല, ഞാൻ ഇവിടെ തന്നെ കിടക്കാൻ പോന്നെ. ഗംഗെ, ഗംഗെ, ഗംഗെ വിട്. എനിക്ക് മുതുകു വേദന എന്ന് പറഞ്ഞില്ലേ, നീ എന്താ അത് മനസ്സിലാക്കാത്ത? പാവല്ലേ, തനിച്ചിങ്ങനെ ഒറ്റയ്ക്ക് കിടക്കാണല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ കൂടെ വന്ന് കിടന്നത്. ശരി, അരുണേട്ട സമാധാനത്തിൽ കിടന്നോ. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, വല്ലാതെ ചൂടെടുക്കുന്നു. ഭാഗ്യത്തിനെ ഇപ്പൊ രക്ഷപ്പെട്ടെ. അവൾ വരുന്നതിന് മുമ്പ് കിടന്നുറങ്ങണം. എന്താ ഉറക്കം വരുന്നില്ലല്ലോ?
അവസരം കിട്ടുമ്പോൾ അരുണുമായി ഒന്നു ചേരാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഒരു വഴി എന്റെ മനസ്സിൽ തെളിയുന്നുള്ളൂ. നിനക്കത് പറ്റിയില്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മാർഗത്തിലൂടെ ആ ഔഷധ എണ്ണ തേച്ച് ചക്രത്തിനെ ഇല്ലാതാക്കണം ഗംഗേ. നീ രണ്ടിലൊന്നും സംഭവിച്ചിരിക്കണം. അരുണേട്ടന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഒന്നിനും നിർബന്ധിക്കുന്നില്ല. ഞാൻ രാവിലെ വന്ന് വിളിക്കാം. കിടന്നോളൂ. അരുണേട്ടൻ സമാധാനമായിട്ട് ഉറങ്ങിക്കോളൂ. അരുണേട്ടനെ ബുദ്ധിമുട്ടിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. ഗുഡ് നൈറ്റ്. Good night. ഗംഗ എന്തായി? മൂലിക എണ്ണ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ മുതലുണ്ടായിരുന്ന ആഞ്ജനേയ ചക്രം ഞാൻ ഇല്ലാതാക്കി. കാര്യം സാധിച്ചല്ലോ ഗംഗേ. നീ ഇനി അരുൺ ശ്രമിച്ചാൽ ആ ആയുധം കൈക്കലാക്കാൻ പറ്റില്ല. നന്ദിനിയെ കൊല്ലാനുണ്ടാക്കിയ ആയുധം കണ്ണഴകിയുടെ കയ്യിലേക്ക് എത്താനും പോകുന്നില്ല. സമാധാനമായി. എല്ലാം പറഞ്ഞതുപോലെ ചെയ്തല്ലോ നീ. ഗംഗയെ ഉപയോഗിച്ച് ആഞ്ജനേയ ചക്രത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആഞ്ജനേയൻ വണങ്ങുന്ന സീതാരാമന്റെ ചക്രം ഞാൻ അതിൽ ചേർത്ത് വരച്ചിരിക്കുന്നത്. ആഞ്ജനേയൻ രാമഭക്തനാണെങ്കിൽ രാമൻ ആഞ്ജനേയന്റെ രക്ഷകനാണ്. ആഞ്ജനേയ ചക്രത്തിന് ആപത്ത് ഭവിച്ചാൽ സീതാരാമൻ അടങ്ങിയിരിക്കുമെന്ന് കരുതണ്ട.
ഗുരുവായൂരപ്പ. ആഞ്ജനേയ ചക്രത്തെ സീതാരാമൻ സംരക്ഷിച്ചിരിക്കുക. ഇനി അരുൺ ആയുധമെടുക്കുന്നത് ആര് വിചാരിച്ചാലും തടയാനാവില്ല. ഓം ആഞ്ജനേയ. ഓം ആഞ്ജനേയ. അരുൺ, നിനക്ക് ആഞ്ജനേയ സ്വാമിയുടെ തുണയുണ്ട്. ഇനി ഒരു ശക്തിക്കും നിന്നെ തടയാനാവില്ല. മന്ത്രവലയത്തെ ഭേദിച്ചുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കേ. ഓം ആഞ്ജനേയ. ഓം ആഞ്ജനേയ. അരുൺ, നിനക്ക് ആഞ്ജനേയ സ്വാമിയുടെ തുണയുണ്ട്. ഇനി ഒരു ശക്തിക്കും നിന്നെ തടയാനാവില്ല. മന്ത്രവലയത്തെ ഭേദിച്ചുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കേ. രാമദൂത മഹാധീര രുദ്രവീര ആഞ്ജനേയ ശക്തി സമ്പൂർണ ജയ് വായുപുത്ര. ആഞ്ജനേയ സ്വാമിയേ നമഃ. ആഞ്ജനേയ സ്വാമിയേ നമഃ. നാഗനന്ദിയ, നമുക്കെതിരായി എന്തോ മാന്ത്രിക പ്രയോഗം നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്കും തോന്നി. അതാ ഞാൻ നിന്നെ കാണാൻ വന്നത്. വേലായുധത്തിന് ആപത്ത് ഭവിക്കാൻ പോകുന്നു. വാ, ഔട്ട് ഹൗസിൽ പോയി നോക്കിട്ട് വരാം. രാം രാം ശ്രീരാമ ജയ ജയ രാമ. 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 രാം രാം ശ്രീരാമ ജയ ജയ രാമ.